കൊല്ലം കണ്ണനല്ലൂരിൽ മഞ്ഞപ്പിത്തം പടരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച സഹോദരങ്ങൾ മരിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. പ്രദേശത്ത് 20ഓളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചേരിക്കോണം സ്വദേശി നീതുവാണ് ഇന്നലെ മരിച്ചത്. 2 ആഴ്ച മുമ്പാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ആദ്യം ESI ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കടുത്ത ശ്വാസമുട്ടലിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇവരുടെ സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. സഹോദരൻ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. പ്രദേശത്ത് 20ഓളം പേർക്ക് രോഗബാധയുണ്ട്. എന്നിട്ടും രോഗപ്രതിരോധത്തിന് യാതൊരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരുപാട് വെള്ളം കെട്ടി നിർത്തുന്നു. വന്ന് നമ്മൾ ഹെൽത്തി വരെ പോയി പരാതി പറഞ്ഞാൽ അവർ 1-2 വട്ടം വന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോത്തതേ ഉള്ളൂ. ഒരു കാര്യത്തിനും അവർ വരുത്തില്ല. പ്രദേശത്ത് കുടിവെള്ളമടക്കം മലിനമാണ്. ജലസ്രോതസ്സുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടി. കണ്ണനല്ലൂർ തലച്ചിറയിലെ കിണറുകളിൽ നിന്ന് വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്നതൊഴിച്ചാൽ മറ്റൊരു നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. മഞ്ഞപ്പിത്തം ഇത്രയും വ്യാപകമായി വ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടും യാതൊരു നടപടിയും ഇവിടെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളതും എടുത്തു കാണിക്കേണ്ടതുമായിട്ടുള്ള കാര്യമായി നാട്ടുകാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രദേശത്ത് വിപുലമായ പരിശോധനയും മാലിന്യ സംസ്കരണവും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.